ചെറുതോണി മണിയാരൻകുടി റൂട്ടിൽ പൊതുഗതാഗത സംവിധാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ബസ് സർവീസുകളെ വെല്ലുവിളിച്ച സമാന്തര സർവീസുകൾ വ്യാപകമായതോടെ ഈ റൂട്ടിലെ ബസ്സുകൾ ഒന്നൊന്നായി നിലയ്ക്കുന്ന അവസ്ഥയാണ്. നിയമലംഘനമായി ഓട്ടോറിക്ഷകളിൽ ആളെ കുത്തിനിറച്ച് യാത്ര തുടരുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണ്. ചെറുതോണി മണിയാരൻകുടി റൂട്ടിൽ സമാന്തര സർവീസുകൾ വ്യാപകമാകുന്നത് ബസ് സർവീസുകളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ബസ് സ്റ്റോപ്പുകളിൽ ബസ്സിനായി കാത്തുനിൽക്കുന്ന യാത്രക്കാരെ ബസ് എത്തുന്നതിന് 8 മിനിറ്റുകൾക്ക് മുമ്പ് ഓട്ടോറിക്ഷകൾ എത്തി കൊണ്ടുപോകുന്നു. 6-ലധികം ആളുകളെ ഒരേ സമയം ഓട്ടോറിക്ഷയിൽ കുത്തിനിറച്ചാണ് യാത്ര. മുൻപ് 15ഓളം സർവീസുകൾ ഓടിയിരുന്ന ഈ റൂട്ടിൽ സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റം മൂലം ഇപ്പോൾ വെറും 5ഓളം സർവീസുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തൊടുപുഴയിൽ നിന്നും മണിയാരൻകുടിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ ചെറുതോണി പിന്നിടുമ്പോൾ പലപ്പോഴും വിരലിൽ എണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് ഉള്ളത്. ഭീമമായ തുക നികുതിയായി അടച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് കിലോമീറ്ററുകളോളം യാത്രക്കാരില്ലാതെ ഓടേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ടിക്കറ്റ് വരുമാനത്തിലൂടെ ഇന്ധനച്ചെലവ് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തലാക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. ഈ റൂട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഏക ആശ്രയമായ ബസ് നിർത്തലാക്കിയാൽ വിദ്യാർത്ഥികളുടെ യാത്രയെയും സാരമായി ബാധിക്കും. ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് മണിയാറൻകുടിക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. സ്കൂൾ ടൈം ഉണ്ടായിരുന്ന സമയത്ത് പിള്ളേരെ ബേസ് ചെയ്ത് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നതാണ്. അന്ന് കുറച്ച് പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം വെറും 2-3 പേര് മാത്രം. അരമണിക്കൂറോളം സ്റ്റാൻഡിൽ ഇവിടെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നതിനും ബാക്കിയുള്ള ട്രാഫിക്കിൽ വണ്ടി ഇടുന്ന സമയത്ത് അവിടെ വണ്ടി കൊണ്ടിടാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അവിടെ മൊത്തം ബ്ലോക്ക് ആവും. അപ്പോൾ അവിടെ നിന്ന് ഉള്ള ട്രിപ്പ് ഓട്ടോറിക്ഷ മൊത്തം മണിയാറൻകുടിക്കുള്ള ആളുകളെ മൊത്തം കയറ്റിക്കൊണ്ട് അവിടെ നിന്ന് പോവും. തിരിച്ച് അതുപോലെ തന്നെ റിട്ടേൺ വരും. നമുക്ക് ഒരു കാരണവശാലും ബസ് സർവീസിൽ 2-3 പേര് മാത്രമാണ് വണ്ടിക്കകത്താകെ കയറിയിരിക്കുന്നത്. യാത്രക്കാരും ഈ സമാന്തര സർവീസുകളുടെ കെണിയിലാണ്. ബസ് കുറവായ സമയത്ത് ഓട്ടോകളെ ആശ്രയിക്കേണ്ടി വരുമെന്നതിനാൽ ബസ് ഉള്ളപ്പോൾ അതിൽ കയറാൻ പലരും ഭയപ്പെടുന്നു. ബസ്സിൽ കയറുന്നവരെ പിന്നീട് തങ്ങളുടെ ഓട്ടോകളിൽ കയറ്റില്ലെന്ന ഡ്രൈവർമാരുടെ ബഹിഷ്കരണ ഭീഷണി യാത്രക്കാരെ നിസ്സഹായരാക്കുകയാണ്. നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കേണ്ട മോട്ടോർ വാഹന വകുപ്പും പോലീസും മൗനം തുടരുമ്പോൾ ഇവിടെ തകരുന്നത് ഒരു പൊതുഗതാഗത സംവിധാനമാണ്. സിറ്റി വിഷൻ, ഇടുക്കി.